അതെ, AI ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ കോഡിംഗ് എന്നത് നമ്മൾ ഈ വർഷം മുതൽ 2025 മുതൽ ഫ്രീ ആയിട്ടാണ് നമ്മുടെ മെഡിക്കൽ കോഡിംഗ് കോഴ്സിന് എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ AI ഒരു ഇമ്പാക്റ്റ് കാരണം ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത്. AI വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോഡിംഗ് പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ AI വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോകുമെന്നൊക്കെ കുട്ടികൾ യൂഷ്വലി നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ജോബ് സെക്യൂരിറ്റിയും അതുപോലെ കുട്ടികളുടെ ഇത്രയും ഒരു ഡൗട്ടിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾക്ക് AAPCയുടെ തന്നെ കീഴിലുള്ള AI ഇൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഫുൾ കോഴ്സ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ആൻഡൻസിന്റെ മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത്. ഓസ്ട്രേലിയൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ? ഓസ്ട്രേലിയൻ ക്ലിനിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ US കോഡിങ്ങിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സാണ്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് എൻക്വയറീസ് ആൻഡൻസിൽ ഈ കോഴ്സിനെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ, ഈ കോഴ്സ് കൊടുക്കുന്ന നല്ല സ്ഥാപനങ്ങളൊക്കെ ഏതൊക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കമ്പനിയായി ടൈപ്പായി ഈ ഒരു ക്ലിനിക്കൽ കോഡിംഗ് കോഴ്സ് ആൻഡൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 6 to 8 month ഡ്യൂറേഷനിൽ ഒരു LMS പ്ലാറ്റ്ഫോമിൽ ഏതൊരു വിദ്യാർത്ഥിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. +2 ഡിപ്ലോമ ഡിഗ്രി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പാരാമെഡിക്കൽ പ്രൊഫഷണൽസിനും ഈ ഒരു കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. ഓസ്ട്രേലിയ, അയർലൻഡ്, സിംഗപ്പൂർ, ഹോങ്കോങ് അങ്ങനെ രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ മെഡിക്കൽ കോഡിംഗ് ഡിപ്പാർട്ട്മെന്റ്സിൽ ജോലി ചെയ്യണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു +2 ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടുള്ള കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ കോഴ്സ് ആയിരിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? ഒരു +2 ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടൊരു കുട്ടി ആൻഡൻസിൽ എൻക്വയറിക്ക് വരാണെങ്കിൽ നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, ഞാൻ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ ഇങ്ങനത്തെ കൺട്രീസിലേക്ക് മൈഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയൻ ക്ലിനിക്കൽ കോഡിങ്ങും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡൻസ് മെഡിക്കോഡിലെ കുട്ടികൾ പലതരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് ഇന്റർവ്യൂ ക്രാക്കിങ്ങിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്? ആൻഡൻസ് മെഡിക്കോഡിൽ ഒരു കുട്ടി എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കുട്ടികളുടെ അടുത്ത് ഇവിടെ കൊടുക്കുന്ന എക്സ്ട്രാ സർവീസസിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കൊടുക്കുന്നുണ്ട്. അതായത് അവർ കോഴ്സിൽ എൻറോൾ ചെയ്ത് ഒരു ഹാഫ് വേ ആവുമ്പോൾ തന്നെ നമ്മൾ ആ കുട്ടികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, അതിൽ CV പ്രിപ്പറേഷൻ, ഇന്റർവ്യൂ ടിപ്സ്, മെന്റൽ സ്റ്റെബിലിറ്റി ക്വസ്റ്റ്യൻസ്, HR ലെവൽ ക്വസ്റ്റ്യൻസ്, ഇതിനെപ്പറ്റി ഒരു ഇന്റർവ്യൂവിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ലാംഗ്വേജ് തീരെ ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ നമ്മൾ ലാംഗ്വേജ് സെഷൻസും ഇതിന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. പ്ലസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ചെറിയൊരു സെഷൻസും പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ആൻഡൻസിലെ എല്ലാ കോഴ്സസും നമ്മൾ മോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ കുട്ടി ആൻഡൻസിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ആൻഡൻസ് മെഡിക്കോഡിന്റെ MD മിസസ് നീതി മാത്യൂസ് ആണ്. മിസ്, ഇപ്പം നമ്മളോട് സംസാരിച്ചത് സാധാരണഗതിയിൽ ഓരോ കോഴ്സുകളെ പറ്റി കുട്ടികൾക്കുണ്ടാകുന്ന സംശയങ്ങളും അതിനുള്ള മറുപടികളുമാണ്. ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആൻഡൻസ് മെഡിക്കോഡുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.